എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടും ഡ്രൈ സ്കിന്ന് മാറുന്നില്ലെങ്കിൽ അങ്ങനെയുള്ളവർ അറിഞ്ഞിരിക്കേണ്ട ഒരു 5 ഇമ്പോർട്ടൻ്റ് ആയ വൈറ്റമിൻസ് ഉണ്ട്. അത് ഏതൊക്കെയെന്ന് നോക്കാം. ഫസ്റ്റ് വൈറ്റമിൻ ഇ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു വൈറ്റമിനാണിത്. സ്കിന്നിൽ നാച്ചുറൽ മോയ്സ്ചർ കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും എക്സസ് ആയുള്ള വാട്ടർ ലോസിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിലുള്ള ചെറിയ പാടുകൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഹീൽ ആവാനും സ്കിന്നിന് കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഇതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ UV റേസിനൊക്കെ നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പൊതുവെ നട്ട്സ്, സീഡ്സ്, അതുപോലെ വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വൈറ്റമിൻ ഇക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാറ്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾസ് നമുക്ക് ഉപയോഗിക്കാം. അടുത്തത് വൈറ്റമിൻ സി. വൈറ്റമിൻ ഇയിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയുള്ള ബെനിഫിറ്റ്സ് ആണ് വൈറ്റമിൻ സിക്കുള്ളത്. കൊളാജൻ പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ആക്കാനായിട്ട് വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ സ്കിൻ കുറച്ചും കൂടി ബ്രൈറ്റൻ ആവാനും അതുപോലെ സ്മൂത്ത് ആവാനും വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. ഇതിനൊരു ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ എക്സസ് ആയുള്ള ഡ്രൈനെസ് കാര്യങ്ങളിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും വൈറ്റമിൻ സി ഹെൽപ്പ് ചെയ്യും. പൊതുവെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് വൈറ്റമിൻ സിക്ക് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ വൈറ്റമിൻ സി കണ്ടൻസ് ഉള്ള സൺസ്ക്രീൻസ്, ഫേസ് സിറംസ് എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഡ്രൈ സ്കിന്നിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ ഡി. എക്സസ് ആയുള്ള മോയ്സ്ചർ ലോസ് കാര്യങ്ങളെല്ലാം പ്രിവെൻറ്റ് ചെയ്യാനും സ്കിൻ കുറച്ചും കൂടി ഹൈഡ്രേറ്റഡ് ആയിട്ട് വയ്ക്കാനും വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യും. സ്കിൻ കുറച്ചും കൂടി സ്മൂത്ത് ആവാനും ഡ്രൈനെസ് കാരണം വരുന്ന ചെറിയ പാടുകളെല്ലാം മാറാൻ വൈറ്റമിൻ ഡി ഹെൽപ്പ് ചെയ്യും. സൺലൈറ്റിൽ നിന്നാണ് പ്രധാനമായിട്ടും വൈറ്റമിൻ ഡി കിട്ടുന്നത്. അതുപോലെ തന്നെ മുട്ട, മീൻ, പാൽ ഇതെല്ലാം വൈറ്റമിൻ ഡിക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം. അടുത്ത വൈറ്റമിൻ എ. സ്കിന്നിലുള്ള ഡെഡ് സെൽസ് അതുപോലെ ഡ്രൈ സ്കിൻ സെൽസ് എല്ലാം റിമൂവ് ആക്കാൻ വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാനും സ്കിൻ കുറച്ചും കൂടി സ്മൂത്ത് ആക്കാനും വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യും. അതുപോലെ സ്കിന്നിലുള്ള നാച്ചുറൽ ഓയിൽ പ്രൊഡക്ഷനൊക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കാനും അതുപോലെ സ്കിന്നിലുള്ള മോയ്സ്ചർ ലോസിനെ മെയിൻറ്റെയിൻ ചെയ്യാനും വൈറ്റമിൻ എ ഹെൽപ്പ് ചെയ്യും. പൊതുവേ വെജിറ്റബിൾസ് എല്ലാം വൈറ്റമിൻ എക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യും. അതുപോലെ തന്നെ വൈറ്റമിൻ എ ടാബ്ലറ്റ്സ് നമുക്ക് യൂസ് ചെയ്യാം. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് omega-3 ഫാറ്റി ആസിഡ്സ്. സ്കിൻ ഹൈഡ്രേഷൻ ബൂസ്റ്റ് ചെയ്യാനും സ്കിന്നിലുള്ള നാച്ചുറൽ മോയ്സ്ചർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനും omega-3 ഫാറ്റി ആസിഡ്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി സ്കിൻ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും ഡാമേജ്ഡ് സ്കിൻ സെൽസ് മെയിൻറ്റെയിൻ ചെയ്യാനും omega-3 ഫാറ്റി ആസിഡ്സ് ഹെൽപ്പ് ചെയ്യും. പൊതുവെ ഫിഷ് ഓയിൽസ് അതുപോലെ ചിയ സീഡ്, വാൽനട്ട്സ് എല്ലാം omega-3 ഫാറ്റി ആസിഡ്സിന് വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ omega-3 സപ്ലിമെൻറ്റ്സ് നമുക്ക് ഉപയോഗിക്കാം. നല്ലൊരു ഡയറ്റിൽ നിന്നും വളരെ എളുപ്പത്തിൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ വൈറ്റമിൻസ്. ഇതിനുവേണ്ടി മറ്റു വഴികൾ നോക്കുന്നതിന് മുമ്പ് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്.